ഇറാനെതിരെ ചരിത്രപരമായ നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ. പതിറ്റാണ്ടുകളായി തുടരുന്ന നയതന്ത്ര ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒടുവിൽ ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ IRGC-യെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇറാനിലെ ഭരണകൂടം സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തുന്ന അടിച്ചമർത്തലുകൾക്കുള്ള ശക്തമായ തിരിച്ചടിയായാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 27 അംഗരാജ്യങ്ങളും ഈ തീരുമാനത്തെ ഏകകണ്ഠമായി പിന്തുണച്ചു എന്നത് ശ്രദ്ധേയമാണ്. സ്വന്തം പൗരന്മാരെ കൊന്നെടുക്കുന്ന ഭരണകൂടങ്ങൾ അനിവാര്യമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഈ തീരുമാനത്തെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസ് പ്രതികരിച്ചത്. ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അക്രമാസക്തമായി നേരിടുന്ന ഭരണകൂടത്തിനുള്ള ശക്തമായ താക്കീതാണ് ഈ നടപടി. ഈ പ്രഖ്യാപനം ഔദ്യോഗികമായി നടപ്പിലാകുന്നതോടെ IRGC-യുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ വരും. യൂറോപ്പിലുള്ള ഇവരുടെ ആസ്തികൾ മരവിപ്പിക്കും, സാമ്പത്തിക സഹായങ്ങൾ നിരോധിക്കും. ഒപ്പം IRGC അംഗങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തും. നേരത്തെ തന്നെ ഉപരോധം നേരിടുന്ന പല ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇനി കുരുക്ക് മുറുകും. ഈ തീരുമാനത്തിലേക്ക് യൂറോപ്യൻ യൂണിയനെ എത്തിച്ചത് ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും നിലപാടുകളിലുണ്ടായ മാറ്റമാണ്. നയതന്ത്ര ബന്ധം തകരുമോ എന്ന ഭയത്താൽ ഇത്രയും നാൾ ഈ നീക്കത്തെ എതിർത്തിരുന്ന ഫ്രാൻസ് ഒടുവിൽ കടുത്ത നടപടിക്ക് പിന്തുണ നൽകുകയായിരുന്നു. വധശിക്ഷകൾ നിർത്തലാക്കുക, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക, ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് ഇറാനോട് ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ടെഹ്റാനിലെ ഫ്രഞ്ച് എംബസിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന 2 ഫ്രഞ്ച് പൗരന്മാരെ രാജ്യം വിടാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബെൽജിയവും ഈ നീക്കത്തിന് പിന്തുണ നൽകിയതോടെ യൂറോപ്യൻ യൂണിയനിൽ ഏകകണ്ഠമായ തീരുമാനം സാധ്യമായി. എന്താണ് IRGC എന്നും എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി എന്നും പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ രൂപീകരിച്ചതാണ് IRGC. എന്നാൽ കാലക്രമേണ ഇറാന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക മേഖലകളിലെല്ലാം തന്നെ പിടിമുറുക്കി ഭരണകൂടത്തിനുള്ളിലെ മറ്റൊരു ഭരണകൂടമായി ഇത് മാറി. സ്വന്തം ജനതയ്ക്കെതിരെ, പ്രത്യേകിച്ച് പ്രതിഷേധക്കാർക്കെതിരെ നടത്തുന്ന ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകളാണ് ഇപ്പോൾ ഇവരെ ഭീകര പട്ടികയിൽ എത്തിച്ചിരിക്കുന്നത്. കൂടാതെ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകി, ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകി എന്നിങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഇവർക്കെതിരെയുണ്ട്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ IRGC-യെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ജർമ്മനിയും നെതർലാൻഡ്സും കുറെ കാലമായി യൂറോപ്യൻ യൂണിയനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ടെഹ്റാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെക്കാൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള ശക്തമായ സന്ദേശത്തിനാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ തീരുമാനം ഔപചാരികമായി അംഗീകരിക്കപ്പെടുന്നതോടെ ഇറാനുമായിട്ടുള്ള യൂറോപ്പിന്റെ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുമ്പോഴും ഇറാൻ ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.